ഒരിക്കൽ യമുനാ നദീ തീരത്ത് വിശ്രമിക്കുകയായിരുന്ന കൃഷ്ണാർജുനന്മാരുടെ സമീപം അസുരശില്പിയായ മയൻ വന്നു വണങ്ങി നിന്നു. വിശേഷം തിരക്കിയ കൃഷ്ണനോട് മയൻ പറഞ്ഞു, ഖണ്ഡവവനം അഗ്നിക്കിരയായപ്പോൾ എൻ്റെ ജീവന് ഒരു പോറൽ പോലും ഏൽക്കാതെ പാർത്ഥൻ എന്നെ രക്ഷിച്ചതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പ്രാണരക്ഷയ്ക്ക് പകരമായി ഞാൻ ഒന്നും സ്വീകരിക്കുകയില്ല, മാത്രമല്ല അത് അനുചിതവുമാണ്. അർജുനന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പിന്നെ മയന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മറ്റൊരു ശില്പിക്കും ഒരിക്കലും പണിയാൻ സാധ്യമല്ലാത്ത മനോഹരമായ ഒരു സഭാമന്ദിരം ഇന്ദ്രപ്രസ്ഥത്തിലെ പാണ്ഡവ രാജധാനിയിൽ പണിയുക. കൃഷ്ണന്റെ വാക്കുകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ മയൻ സഭാമന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കലാവിരുതോടെ പണികഴിച്ച മന്ദിരം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന തറകളായിരുന്നു. അതുകൊണ്ട് സഭയിൽ കയറുന്നവർക്ക് സ്ഥല ജലഭ്രമം ഉണ്ടാകും. 2 ആഴ്ച കൊണ്ട് സഭാമന്ദിരത്തിന്റെ പണി മയൻ പൂർത്തിയാക്കി. ശുഭമുഹൂർത്തം നോക്കി പാണ്ഡവർ സഭയിൽ പ്രവേശിച്ചു. ഒട്ടേറെ ജനങ്ങൾ സഭ സന്ദർശിക്കാനെത്തി. സഭാമന്ദിരത്തിന്റെ കീർത്തിയെക്കുറിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനാദികളും കേൾക്കാനിടയായി. ശ്രീകൃഷ്ണൻ ദ്വാരക വിട്ടു പോന്നിട്ട് കുറെ നാളായതിനാൽ കുന്തി മാതാവിനോടും സുഭദ്ര, ദ്രൗപദി, പാണ്ഡവന്മാർ ഇവരോടുമെല്ലാം യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു.